ATMകളിൽ നിന്ന് ഇന്നു മുതൽ ദിവസം 4500 രൂപ പിൻവലിക്കാം. എന്നാൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തിയെങ്കിലും രാജ്യത്തെ 70% ATMകളിലും ഇപ്പോഴും ആവശ്യത്തിന് പണം എത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. അടിസ്ഥാന വായ്പകളുടെ പലിശയിൽ SBIയും യൂണിയൻ ബാങ്കും ഇളവ് നൽകി 0.9% വരെയാണ് പലിശ കുറച്ചത്. ജനുവരി 1 മുതൽ ATMകളിൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 4500 ഉയർത്തിയിരുന്നു. എന്നാൽ ആവശ്യത്തിന് ATMകൾ പ്രവർത്തന സജ്ജമല്ല എന്നതും പണമില്ല എന്നതും ജനത്തെ ദുരിതത്തിലാക്കുകയായിരുന്നു. ദില്ലി അടക്കം രാജ്യത്തെ പ്രധാന നഗരകേന്ദ്രങ്ങളിൽ പോലും ATMകളിൽ പണമില്ല. പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകൾക്കെല്ലാം ഇന്ന് അവധിയാണ്. അതിനാൽ നാളെ മാത്രമേ ATMകൾ പൂർണ്ണമായി പ്രവർത്തിക്കൂ. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഉയർത്തിയെങ്കിലും ഇതിനനുസൃതമായി ATMകളിൽ സാങ്കേതികമായ മാറ്റം വരുത്തിയിട്ടില്ല. ഇതും പ്രശ്നം ഗുരുതരമാക്കുന്നു. അതേസമയം നോട്ടുമാറ്റം വന്നതിന് ശേഷം ബാങ്ക് നിക്ഷേപങ്ങളിൽ വർധനവുണ്ടായതായി ബാങ്ക് മേധാവികൾ സൂചിപ്പിച്ചു. ഇതിനു തൊട്ടുപുറകെ അടിസ്ഥാന പലിശ നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ച് SBIയും യൂണിയൻ ബാങ്കും രംഗത്തെത്തി. SBI 0.9% പലിശ കുറച്ചപ്പോൾ യൂണിയൻ ബാങ്ക് 0.6% പലിശ കുറച്ചു. കോർപ്പറേറ്റുകൾക്ക് നൽകിയ കടങ്ങൾ എഴുതിത്തള്ളിയതിനെ തുടർന്ന് നഷ്ടത്തിലായ ബാങ്കുകളെ രക്ഷിക്കാനാണ് നോട്ടുമാറ്റം എന്ന ആരോപണം ശക്തമാണ്. നിക്ഷേപം ഉയർത്തിയതിനെ തുടർന്ന് പലിശ നിരക്ക് കുറച്ചുകൊണ്ടുള്ള ബാങ്കുകളുടെ നിലപാടും. ന്യൂസ് ഡെസ്ക്. രാജ്യത്തെ പെട്രോളിനും ഡീസലിനും വീണ്ടും വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് ലിറ്ററിന് ₹1.29, ഡീസലിന് ലിറ്ററിന് 97 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില അർദ്ധരാത്രിയോടെ നിലവിൽ വരും. എണ്ണക്കമ്പനികൾ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം വിലയിലുണ്ടായ വ്യതിയാനമാണ് വിലവർദ്ധനയ്ക്ക് കാരണമായി കമ്പനികൾ പറയുന്നത്. തുടർച്ചയായ രണ്ടാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. സബ്സിഡിയുള്ള പാചകവാതകത്തിന് 2 രൂപയും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതുവർഷ തലേന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം രാജ്യത്തെ നിരാശപ്പെടുത്തുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നരേന്ദ്രമോദിയുടെ മേമ്പൊടി ആനുകൂല്യങ്ങൾ കൊണ്ട് മറച്ചുവെക്കാൻ കഴിയുന്നതല്ല നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയെന്നും കോടിയേരി പറഞ്ഞു. 50 ദിവസം കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ഇല്ലാതാക്കുമെന്ന് വാഗ്ദാനം നൽകി നടപ്പാക്കിയ നോട്ട് നിരോധിക്കൽ വൻ ദുരന്തമാക്കിയതിനാൽ ഇനിയും ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്നും കോടിയേരി പറഞ്ഞു. ബാങ്കിൽ നിക്ഷേപിച്ച പണം ആവശ്യാനുസരണം തിരിച്ചു കിട്ടുന്നതിന് ഏർപ്പെടുത്തിയ എല്ലാ നിബന്ധനകളും എടുത്തു കളയണമെന്ന് ഈ ആവശ്യം നേടിയെടുക്കാനുള്ള തുടർ പ്രക്ഷോഭം ഉയർന്നു വരുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. MT വാസുദേവൻ നായർക്കെതിരായ സംഘപരിവാർ നീക്കം നിസ്സാരമായി കാണാനാവില്ലെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. കൽബുർഗിയെ ചെയ്തതുപോലെ MDയെ കൈകാര്യം ചെയ്യാനാണോ സംഘപരിവാർ നീക്കമെന്ന് VS ചോദിച്ചു. ആ മോഹം കയ്യിൽ വെച്ചാൽ മതിയെന്നും VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ പറഞ്ഞു. മലയാള ഭാഷയും സാഹിത്യത്തിന്റെയും അഭിമാനവും നമ്മുടെ സാഹിത്യത്തെയും സിനിമയെയും ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത ജ്ഞാനപീഠ നേതാവായ MT വാസുദേവൻ നായർക്കെതിരെ പോലും സംഘപരിവാർ വാളോങ്ങുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല. നേരത്തെ MM കൽബുർഗിയും ഗോവിന്ദ പൻസാരയെയും നേരിട്ട മാതൃകയിൽ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ MDയെയും കൈകാര്യം ചെയ്യാനാണോ സംഘികൾ ശ്രമിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 16 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ജോലി ചെയ്യുകയാണ് ശ്രീനിവാസ് സ്വാമി. ബംഗളൂരു സ്വദേശിയായ ഇദ്ദേഹം മലയാളം ഉൾപ്പെടെ 5-ലധികം ഭാഷകളിലാണ് അനൗൺസ്മെന്റ് ചെയ്യുക. കഴിഞ്ഞ 16 വർഷമായി ശ്രീനിവാസ് സ്വാമി ദേവസ്വം പബ്ലിക് റിലേഷൻ ഓഫീസിലെ അനൗൺസറാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർക്ക് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകുകയാണ് പ്രധാന ജോലി. മാതൃഭാഷ കന്നഡയാണെങ്കിലും സന്നിധാനത്തെ പബ്ലിക് റിലേഷൻ ഓഫീസിൽ നിന്നും 6 ഭാഷകളിൽ വളരെ ഭംഗിയായാണ് ഇദ്ദേഹം അറിയിപ്പുകൾ നൽകുന്നത്. ഇവിടെ 17 കൊല്ലമായി സർവീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ആദ്യം വരാന സമയത്തിൽ ഇവിടെ ഭാഷയുടെ വളരെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ മിലിറ്ററിയിൽ ഒരു 5-6 കൊല്ലം സേവ ചെയ്തിരുന്ന ആളാണ്. ആ സമയത്തുള്ള എനിക്ക് കുറച്ച് എല്ലാ ഭാഷകളും പഠിക്കാൻ ഒരു ഇതായി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും മറുപടി നൽകുക.
ശബരിമലയിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ അനൗൺസ് ചെയ്യുക. ഇതിലെല്ലാം ഉപരി കൂട്ടുപിരിഞ്ഞെത്തുന്നവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയവയാണ് വിവിധ ഭാഷാ അനൗൺസറായ ശ്രീനിവാസ് സ്വാമിയുടെ പ്രധാന ജോലി. BSF ജവാനായിരുന്ന സ്വാമി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് അയ്യപ്പനെ സേവിക്കാൻ ഇങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചതും. സന്നിധാനത്തെ വലിയ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഈ 17ാം വർഷത്തിലും തുടരുകയാണ് ശ്രീനിവാസ സ്വാമി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. ജീവകാരുണ്യ സേവന മികവിന് പാലക്കാട് കുട്ടനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തിരുവനന്തപുരം RCC കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ വോളണ്ടിയർ ഓർഗനൈസേഷൻ പ്രസിഡന്റും കോർഡിനേറ്ററുമായ ശാന്ത ജോസിനെ തെരഞ്ഞെടുത്തു. 10,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേർന്നതാണ് പുരസ്കാരം. ജനുവരി 15-ന് പാലിയേറ്റീവ് ദിനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. സിനിമാ സമരത്തിൽ തിയേറ്റർ ഉടമകൾക്കെതിരെ ആഞ്ഞടിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. തിയേറ്ററുകൾ അടച്ചിട്ട് സമരം നടത്തുന്ന തിയേറ്ററുകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിയേറ്റർ ഉടമകളെ സർക്കാർ കയറൂരി വിടുന്നത് നിർമ്മാതാക്കളെ കൊല്ലുന്നതിന് തുല്യമാണെന്നും അടൂർ പറഞ്ഞു. സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ മലയാള സിനിമകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കുന്നതിനായി നിയമം കൊണ്ടുവരണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. പാലക്കാട് നെന്മാറയിൽ പുതുവത്സര ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. നെന്മാറ കട്ടേങ്കാട് സ്വദേശി സുജിത്താണ് മരിച്ചത്. എലവഞ്ചേരിയിൽ നടന്ന ആഘോഷത്തിനിടെയാണ് സംഭവം. ഒലവങ്കോട് കോപ്പറേറ്റീവ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച സുജിത്ത്.